സി സജിമോനെ CPM തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കവും വിവാദവും അന്വേഷിക്കാൻ CPM കമ്മീഷനെ നിയോഗിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം 2 അംഗ കമ്മീഷനാണ് അന്വേഷിക്കുക. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു കേസാണിത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും പത്തനംതിട്ടയിലെ CPMന്റെ പ്രധാനമായും പത്തനംതിട്ട തിരുവല്ല ലോക്കൽ കമ്മിറ്റി ഈയിടക്കായി ശക്തിയായി വരുന്ന ഒരു വിവാദമാണ് സജിമോനുമായി ബന്ധപ്പെട്ടുള്ള പീഡന പരാതികൾ. ഇതിനെ തുടർന്ന് വലിയ തർക്കങ്ങളും വിവാദങ്ങൾക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ തിരികൊളുത്തിയിരുന്നു. പ്രധാനമായും അതിജീവിതയുടെ മൊഴി തന്നെയായിരുന്നു പ്രധാനമായും വിവരം. സജിമോനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം അതിജീവിത തള്ളിയിരുന്നു. ഇതുകൂടാതെ തന്നെ സജിമോനെ പിതൃത്വം കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കണമെന്ന് ചൊല്ലി തിരുവല്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പൗരസമിതിയുടെ ഭാഗമായിട്ടുള്ള നോട്ടീസുകളും ഉയർന്നിരുന്നു. ഇതോടുകൂടി തർക്കവും വിവാദങ്ങളും രൂക്ഷമായതോടെയാണ് പാർട്ടി മറ്റൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഈ തർക്കവും വിവാദങ്ങളും അന്വേഷിക്കാൻ കമ്മീഷനെയാണ് ഇപ്പോൾ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ അടക്കം നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ 2 അംഗ കമ്മീഷനെ വിവാദം അന്വേഷിക്കാനായി നിയോഗിച്ചിരിക്കുന്നത്. സജിമോനെ പാർട്ടിയിൽ തിരിച്ചെടുത്തതടക്കമുള്ള തീരുമാനങ്ങളും അതിനോടൊപ്പം തന്നെയുള്ള ലൈംഗിക പരാതികളും മറ്റു വിവാദങ്ങളും അന്വേഷിക്കാൻ കൂടിയാണ് കമ്മിറ്റിയുടെ തീരുമാനം. ശരി, സി സജിമോനെ CPM തിരിച്ചെടുത്ത വിവാദപരമായ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ 2 അംഗ കമ്മീഷൻ ഈ ഒരു വിവാദം അന്വേഷിക്കും. സി സജിമോനെ പാർട്ടിയിൽ തിരിച്ചെടുത്തതും തുടർന്നുള്ള തർക്കവുമാണ് അന്വേഷണത്തിന് വിധേയമാവുക. വിവരങ്ങൾ നൽകിയത് ഹാൻസ്.